തൃശൂരിൽ പ്രവർത്തകരോട് ക്ഷോഭിച്ച സംഭവത്തിൽ പ്രതികരണവുമായി സുരേഷ് ഗോപി. ആദിവാസി ഊരിലെ ജനങ്ങളുടെ വോട്ട് ചേർക്കാത്തതിനാലാണ് പ്രവർത്തകരെ ശാസിച്ചത്. അതിനുള്ള അവകാശം തനിക്കുണ്ട്. തിരുവനന്തപുരത്തേക്ക് പോകുമെന്ന് പറഞ്ഞത് പേടിപ്പിക്കാനായിരുന്നുവെന്നും സുരേഷ് ഗോപി പറഞ്ഞു. കുപ്രചാരണങ്ങളിൽ തളരില്ല. എത്രത്തോളം അവഹേളിക്കുന്നുവോ അത്രത്തോളം ഞങ്ങൾ ഉയർത്തെഴുന്നേൽക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആദിവാസികൾ മുന്നിൽ വെച്ച് പറയുന്നു, വോട്ടുകൾ ചേർത്തിട്ടില്ല. 18 വയസ്സ് തികഞ്ഞ കുട്ടികൾക്ക് വോട്ടില്ല. തെരഞ്ഞെടുക്കപ്പെട്ട UDF കൺവീനർ MM ഹസൻ മാധ്യമങ്ങളെ കാണുകയാണ്. കോഴിക്കോട് നിന്നും തത്സമയം. ആണ് പുറത്തു കൊണ്ടുവരുന്നത്. കഴിഞ്ഞ ഡിസംബറിൽ ഇലക്ഷൻ കമ്മീഷന്റെ നിയമം കൊണ്ടുവന്ന് ഭേദഗതി ചെയ്തു. ആ ഭേദഗതി പ്രകാരം ഇലക്ഷൻ കമ്മീഷനെ സർക്കാരിന്റെ ഒരു ഡിപ്പാർട്ട്മെന്റാക്കി മാറ്റി. പ്രധാനമന്ത്രി നോമിനേറ്റ് ചെയ്യുന്ന ഒരു മന്ത്രി, പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ പ്രധാന കക്ഷിയുടെ നേതാവുമാണ് ഇലക്ഷൻ കമ്മീഷനെ തീരുമാനിക്കാനുള്ള കമ്മിറ്റിയിൽ ഇപ്പോൾ ഉൾക്കൊള്ളിക്കാൻ നിയമ ഭേദഗതിയിലൂടെ കൊണ്ടുവന്നു. ഇപ്പോൾ തന്നെ ഇലക്ഷൻ കമ്മീഷന്റെ വിശ്വാസ്യതയെക്കുറിച്ച് വളരെയധികം സംശയങ്ങളും ആരോപണങ്ങളും ഉയർന്നു നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ദിവസങ്ങൾ ബാക്കിയുള്ളപ്പോൾ ഒരു ഇലക്ഷൻ കമ്മീഷണറുടെ രാജി ദുരൂഹതകൾ മാത്രമല്ല, ഇലക്ഷൻ കമ്മീഷന്റെ വിശ്വാസ്യതയെ തന്നെ തകർക്കുന്നതാണ്. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തെ ചൊല്ലി ഒരുപാട് ആരോപണങ്ങൾ ഉയർന്നു വന്ന ഒരു പശ്ചാത്തലത്തിൽ പത്രവാർത്ത വായിച്ചത് നാളെയോ മറ്റന്നാളോ പൊക്കാറനിൽ പ്രധാനമന്ത്രി സന്ദർശനം നടത്തുമ്പോൾ അവിടെ ഇപ്പോഴുള്ള ചീഫ് ഇലക്ഷൻ കമ്മീഷണറും പ്രധാനമന്ത്രിയെ കാണാൻ പോകുന്നു. അത് കഴിഞ്ഞാൽ ഉടനെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരും. ഇന്നാണ് മാധ്യമങ്ങൾ പറഞ്ഞത്. അതിന് തൊട്ടു മുമ്പായി ഈ രാജി ഒരുപാട് സംശയങ്ങൾ, ഒരുപാട് ദുരൂഹതകൾ ഉയർന്നു. ഞങ്ങൾക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ. ഇലക്ഷൻ കമ്മീഷന്റെ വിശ്വാസ്യത വീണ്ടെടുക്കാൻ കഴിയുന്ന രൂപത്തിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ ഇന്നത്തെ നിലയ്ക്ക് ഈ നരേന്ദ്രമോദി ഇത് പുതുതായി 2 പേരെ കൂടി നോമിനേറ്റ് ചെയ്യുമ്പോൾ അതിന് കഴിയുമോ എന്നുള്ള കാര്യം ഞങ്ങൾക്ക് എല്ലാവർക്കും സംശയമുള്ളതാണ്. AICCയും ദേശീയ തലത്തിൽ ഇന്ത്യ സഖ്യവുമെല്ലാം പല പ്രാവശ്യം ഉയർത്തി കാണിച്ചിട്ടുള്ളൊരു പ്രശ്നമാണ്. നിഷ്പക്ഷവും നീതിപൂർവവുമായ ഒരു തെരഞ്ഞെടുപ്പ് നടത്താൻ ഇലക്ഷൻ കമ്മീഷനെ അനുവദിക്കുന്ന, സ്വാതന്ത്ര്യം നൽകുന്ന ഒരു സമീപനമല്ല മോഡി ഗവൺമെന്റ് സ്വീകരിക്കുന്നതെങ്കിൽ അതിനെതിരെ ജനങ്ങളുടെ മുമ്പിൽ ശക്തമായ പ്രചരണം നടത്താനും അതിനെന്തെല്ലാം തരത്തിലുള്ള മറ്റ് മാർഗങ്ങൾ അവലംബിക്കുമോ അതെല്ലാം അവലംബിക്കാനും അഖിലേന്ത്യാ തലത്തിൽ തന്നെ AICCയും ഇന്ത്യ സഖ്യവും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ രാജി പ്രഖ്യാപിച്ചൊരു സാഹചര്യത്തിൽ കേരളത്തിലും ഇതുപോലുള്ള ഇലക്ഷൻ കമ്മീഷൻ ഇവിടെ നടത്താൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ ഉണ്ടാകാതെ നോക്കാൻ ഇലക്ഷൻ കമ്മീഷന് ബാധ്യതയുണ്ട്. ഇവിടെ ഇലക്ഷൻ നടക്കുന്നത് കേരളത്തിലാണ്. ഇപ്പോൾ തന്നെ നമുക്കെല്ലാവർക്കും അറിയാം, BJPയും ഇവിടുത്തെ LDFും തമ്മിലുള്ള ചില മാർക്സിസ്റ്റ് പാർട്ടിയുമായിട്ടുള്ള അന്തർധാരകൾ. അതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ കേരളത്തിൽ